വ്യക്തിയെ ജയിലിലടച്ച് ഏകദേശം 18 വർഷം നമ്മൾ ഒരു ജയിലിലകപ്പെടുക എന്നുള്ളതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. നമ്മൾ ചില വിഷയങ്ങളിലൊക്കെ സ്റ്റേഷനിലൊക്കെ പോയി 1-2 ദിവസമൊക്കെ അവിടെ അകപ്പെടാറുണ്ട്. പക്ഷേ 18 വർഷം എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. അപ്പോൾ ഏകദേശം 22-ാം നോമ്പിന് ഫിറോസ് കുന്നംപറമ്പിലാണ് ആദ്യമായിട്ട് അതിൻ്റെ വീഡിയോ ചെയ്യുന്നത്. 34 കോടി ആവശ്യപ്പെട്ടിട്ടാണ് ആ വീഡിയോ അവിടെ ചെയ്യപ്പെട്ടത്. നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല ആ ഒരു ധനസമാഹരണം പൂർത്തിയാകുമെന്ന്. എന്തോ ആ ഉമ്മാൻ്റെ കരച്ചിലാകാം, ആ ഉമ്മയുടെ പ്രാർത്ഥനയാകാം, അത് എത്രയും പെട്ടെന്ന് എന്താ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ആ ഒരു ഫണ്ട് അവിടെ അത്തരം വളരെ ഫാസ്റ്റായി തന്നെ അതിൻ്റെ സമാഹരണം നടന്നത്. അതെല്ലാം സോഷ്യൽ മീഡിയ അത് ഭയങ്കരമായിട്ട് ഏറ്റെടുത്തു. അതിലെനിക്ക് ഏറെ അഭിനന്ദിക്കാനുള്ളത് നമ്മളെ ബോബി ചെമ്മണ്ണൂരിനെയാണ്. അദ്ദേഹം 40 ഡിഗ്രി ചൂടിലും അദ്ദേഹത്തിൻ്റെ ചുരുക്കി പറഞ്ഞ അദ്ദേഹമൊക്കെ ഭയങ്കര ഒരു സാമ്പത്തികമായിട്ട് വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന, ഇതേ രീതിയിൽ ഒരു വലിയൊരു ശീതീകരിച്ച ഓഫീസിലൊക്കെ ഇരിക്കേണ്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. ആ 40 ഡിഗ്രിയെ മറികടന്ന് അദ്ദേഹം ആ തുറന്നൊരു വണ്ടിയിൽ തിരുവനന്തപുരത്തിൽ നിന്ന് കാസർഗോഡിലേക്ക് യാത്ര ചെയ്യുകയാണ്, ഒരു യാചന യാത്ര. അദ്ദേഹം അതിൻ്റെ ഇടയിൽ പറയാറുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ആരോടും ഞാൻ പൈസ ആവശ്യപ്പെട്ടിട്ടില്ല. എനിക്ക് അത് ദുഷ്പേര് വരുമെന്ന് വിചാരിച്ച് മാത്രമായതുകൊണ്ട് ഞാൻ അത് ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ഇപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ സൗദിയിൽ ഇതേ രീതിയിൽ ഒരു ദിവസം അവിടെ ജയിൽ അകപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വല്ലാത്തൊരു അനുഭവമായിരുന്നു. അത് ഒരു 18 വർഷം അദ്ദേഹം സ്ഥിരമായിട്ട് ജയിൽ കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാനസിക സ്ഥിതി വല്ലാത്തൊരവസ്ഥയാണ്. അതിനാൽ ഇത് ഫണ്ട് കളക്ട് ചെയ്യൽ എൻ്റെ ഒരു വലിയൊരു അത്യാവശ്യമാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ ഉടനീളം അതിൽ നമുക്കത് ആ ഒരു വാക്കിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം ഇറങ്ങിയതോടുകൂടെ സോഷ്യൽ മീഡിയ അത് മൊത്തം ഏറ്റെടുന്നു. പിന്നെ KMCC ഉൾപ്പെടെ നാട്ടിലെ ജാതി മത ഭേദമന്യേ ആ ഒരു വിഷയം ഏറ്റെടുത്ത് നമ്മൾ പ്രതീക്ഷിച്ചേക്കാൾ ഉപരി അത് വളരെ ഭംഗിയായിട്ട് ആ ഫണ്ട് കളക്ഷൻ അവിടെ നടക്കുകയുണ്ടായിരുന്നു. ഒരിക്കലും നമ്മൾ വിചാരിച്ചിട്ടില്ല അത്ര പെട്ടെന്ന് അത് ഫണ്ട് കളക്ഷൻ നടക്കുമെന്ന്. പക്ഷേ അത് ഭയങ്കരമായിട്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹം, ആ ഉമ്മയുടെ പ്രാർത്ഥനയാണ്. നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉമ്മമാരുടെ പ്രാർത്ഥന എപ്പോഴും നമുക്കൊരു ഫലം കിട്ടുമെന്നുള്ള ആ ഒരു ഇതാണ്. നമ്മുടെ ഉമ്മ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ദൈവത്തിനോടും പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു മറയില്ല എന്ന് നമ്മുടെ കിതാബുകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ഒരു ഇതാണ് തീർത്തും അവിടെ കണ്ടത്. അപ്പോൾ അതാണ് എന്നെ കൂടുതൽ ഈ ഇടയായിട്ട് കൂടുതൽ ഹൃദയസ്പർശിയായ ഒരു വിഷയം. ഇത്രയും പറഞ്ഞുകൊണ്ട്, ഞാനൊരു ആയുർവേദ തെറാപ്പിസ്റ്റാണ്. ഈ നാട്ടിൽ തന്നെയാണ് എൻ്റെ വീട്. ഞങ്ങൾ 5 മെമ്പേഴ്സാണ്. ഉപ്പ മരിച്ചിട്ട് 4 വർഷമായി. 2 സിസ്റ്ററുണ്ട്, ഒരു ബ്രദറും ഉണ്ട്. എൻ്റെ സുഹൃത്ത് ഞാനും മനസ്സിൽ വിചാരിച്ചത് ഒരു സോഷ്യൽ മീഡിയ തന്നെയാണ്. കാരണം നോമ്പിനെ കുറിച്ചും പെരുന്നാളിനെ കുറിച്ച് പറയുന്നതിനേക്കാളും എനിക്ക് ഉത്തമം തോന്നിയത് സോഷ്യൽ മീഡിയയാണ്. കാരണം നമ്മൾ ഏറ്റവും ഇടപെടുന്നത് സോഷ്യൽ മീഡിയയാണ്. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇന്നത്തെ മുൻപ് പത്രം വായിച്ചിരുന്നത് നിർത്തി ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ നമ്മളെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തുടങ്ങിയെന്നാണ് എൻ്റെ ഒരു ഇത്. ഇന്ന് മുസ്ലിം പറഞ്ഞതുപോലെ അബ്ദുറഹീമാണ് നമ്മളുടെ മുന്നിൽ വരുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിനനുസരിച്ച്. കാരണം അബ്ദുറഹീം 18 വർഷമായിട്ട് ജയിലിലായിരുന്നു. 23-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം സൗദിയിലേക്ക് പോയതെന്നാണ് പറഞ്ഞത്. എന്തോ ഒരു പാകപ്പിഴവ് കൊണ്ട് ആ വീട്ടിലത്തെ കുട്ടി മരിക്കുകയും പിന്നീട് അത് കേസാവുകയും ജയിലിൽ അകപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ റഹീമിന്
പുറത്തു വരാൻ പലവിധ സംഘടനകളും അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോഴത്തെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെ ജനങ്ങൾ ഏറ്റെടുക്കുകയും സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും അതിനുവേണ്ടി പിരിക്കുകയാണ് ചെയ്തത്. കുറേ ഫണ്ട് കളക്ഷൻ ചെയ്തിട്ടുണ്ട്. ഒരു സോഷ്യൽ മീഡിയ കൊണ്ട് അത് ഒരു മൊബൈൽ ഫോണിലൂടെ അതിൻ്റെ നന്മയും തിന്മയും നമുക്ക് കിടക്കാൻ കഴിയും. സോഷ്യൽ മീഡിയ കൊണ്ട് നന്മയുണ്ട്, തിന്മയുണ്ട്. കാരണം തിന്മ നമുക്ക് ഒരുപാട് അതിലൂടെ വരുന്നുണ്ട്. കാരണം ഒരു വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞ് അത് പ്രചരിപ്പിച്ച് അത് ഒരുപാട് ആളുകളിലേക്ക് അത് എത്തിച്ച് ഷെയർ ചെയ്ത് ഒരുപാട് തിന്മകളിലേക്ക് എത്തിവിടുക. അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയ കൊണ്ട് നന്മയും ഉണ്ടാകുന്നുണ്ട്. ആ ഒരു നന്മയാണ് അബ്ദുറഹീമിന് ഗുണമായിട്ടുള്ളത്. അതുപോലെ തന്നെ റഹീമിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പല ആളുകൾക്കും വേണ്ടി സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഫണ്ട് കളക്ഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുന്നിലുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ അതിനുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയ കൊണ്ട് ഇത്തരം ഗുണങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വളാഞ്ചേരിയിലും പിന്നെ മലപ്പുറം അവിടെയൊക്കെ സാറിൻ്റെ ക്ലാസ് കേട്ടിരുന്നു. ഇതിൽ പങ്കെടുത്ത ആളായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു 5 കൊല്ലമായി നാട്ടിൽ തന്നെ കൂടി കുറേ നെഗറ്റീവ് കയറി ആകെ അടിപ്പെട്ടൊരവസ്ഥ. അപ്പോൾ 3 മക്കളാണുള്ളത്. എനിക്ക് 39 വയസ്സായി. പള്ളി മദ്രസൊക്കെ ആയിട്ട് എടുക്കുന്നു. ഇപ്പോൾ ഒരു മദ്രസ മാത്രമായിട്ട് പോകാം. പിന്നെ ഞാനിവിടെ അടുത്ത് എവിടെയെങ്കിലും ജോലി കിട്ടിയിരുന്നു എന്നുണ്ടെങ്കിൽ സാറിൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ കുറേ ഉയർന്നു പോകാമായിരുന്നു. അതിനുള്ള സാഹചര്യം കിട്ടിയ അപ്പാക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റൽ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും. മരണപ്പെട്ടു 2 വർഷം. അപ്പോൾ ഈ റമദാന് ഒക്കെ വളരെ കനത്ത ചൂടിലും വലിയ പരീക്ഷണങ്ങളിലൊക്കെയാണ് കടന്നു പോയത്. നമ്മളെ അയൽപ്പക്കക്കാരായ സഹോദര സമുദായങ്ങൾ പറയുന്നത് കേട്ടു, ഓലെക്കൊണ്ട് തന്നെയുള്ള അങ്ങനെ റമദാൻ നോക്കാൻ കഴിയുള്ളൂ. ഞാനൊന്നും ഒരു ജോലിക്കും പോയിട്ടില്ല. വെറും പള്ളി വീടും അത്ര. എന്നിട്ട് പോലും ഭയങ്കര ദാഹം കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ജോലിക്കൊക്കെ പോയി സ്ഥാപനങ്ങളിലൊക്കെ കടകളിലും ഇപ്പോൾ പണിക്കും ഒരുപാട് ആളുകളുണ്ട്. കിണർ താകൽ കുറേ കൂലിപ്പണിയൊക്കെ എടുത്ത ആളുകൾ. അപ്പോൾ തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്നുള്ളൊരു ഭയങ്കരമായൊരു ഇതാണ്, അനുഗ്രഹമാണ് കിട്ടിയത്. അപ്പം ഇന്നിപ്പോൾ ഒരു അനുഭവം ഉണ്ടായി. ഈ പെരുന്നാളിൻ്റെ തലേന്ന് നമ്മളെന്നും നല്ല തണുത്ത വെള്ളവും കാര്യങ്ങളും ഭയങ്കര ബേജാറാണ്. നോൻപ് തുറക്കുമ്പോഴത്തേന് വെള്ളം, പിന്നെ നാളേക്കൊക്കെ എന്ത് വേണം, നാളേക്കൊക്കെ ദാഹം ഉണ്ടാകുമോ ക്ഷീണം ഉണ്ടാകുമോ എന്താ, അങ്ങനെയൊക്കെയുള്ള ഒരുക്കങ്ങളൊക്കെ കാരണം. പക്ഷെ പെരുന്നാളായ ആ രാത്രി അന്ന് വെള്ളവും വേണ്ട, കാര്യങ്ങളൊന്നും വേണ്ട. അപ്പം അത് നോമ്പ് അവസാനിച്ചു എന്നുള്ളൊരു ഇതും, പിന്നെ നാളെ ഇന്നിപ്പോൾ ഇഷ്ടം പോലെ ഇവിടുന്നു എന്തും ചെയ്യാലോ എന്നില്ല. അപ്പോൾ ഇതിനൊക്കെ മനസ്സിലാക്കിയത് തോന്നലാണ്, മനസ്സിൻ്റെ തോന്നലുകളാണ്. അപ്പോൾ എവിടെയും എങ്ങനെയും പിടിച്ചു നിൽക്കാൻ കഴിയുന്നുള്ളൊരു ഇതാണ് ഈ റമദാന്. അതുപോലെ തന്നെ നമ്മൾ ഖുർആൻ ആദ്യം മുതൽ ഖത്തം തീർക്കുമ്പോൾ ഒരുപാട് അമ്പിയാക്കളെ ചരിത്രങ്ങളാണ്. പിന്നെ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം കൂടുതൽ പറയാനുണ്ട്. ഒരുപാട് ജനനം മുതൽ തന്നെ കഷ്ടപ്പാട് കൂടെ ജനിച്ച തന്നെ അറിയാലോ. പിറന്നപ്പോൾ തന്നെ ആൺകുട്ടിയാകുമ്പോൾ കൊലപ്പെടുത്തുന്നൊരു സാഹചര്യം, ഇതിനൊക്കെ പരീക്ഷണങ്ങളിലൂടെ വളർന്നു വന്ന് അലഞ്ഞു തിരിഞ്ഞ് നടന്ന് അവസാനം വിവാഹം ഒന്നും കഴിക്കാൻ പറ്റാത്ത, ആരോരും ഇല്ലാത്ത ഒരാൾ അങ്ങനെ ഒരു യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ അടുത്ത് എത്തി. അവിടുന്ന് പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം കല്യാണം കഴിച്ച് പിന്നെയും പരീക്ഷണത്തേക്കാണ് പോകണം. പിന്നെ സ്വന്തം ജനത തള്ളിപ്പറയുന്ന ഒരവസ്ഥ ബനൂ ഇസ്രായേലിൽ വളരെ നന്ദി കെട്ട കുറച്ചാളുകൾ അംഗീകരിക്കുന്നവരുണ്ട്. അങ്ങനെ ഓരോ നബിമാരുടെ ചരിത്രം നമുക്കിങ്ങനെ ഖുർആനിലൂടെ ഇങ്ങനെ മനസ്സിലാകുമ്പോൾ, അതുപോലെ തന്നെ മക്കളില്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ചവനോട് ഇത് വരുന്ന് സക്കരിയ നബിക്ക് യഹ്യാ നബി ഉണ്ടായി. ചെറുപ്പകാലത്ത് തന്നെ കുട്ടീനെ കൊലപ്പെടുത്തി. അപ്പോൾ ആ കുറഞ്ഞ സമയമാണെങ്കിലും യഹ്യാ നബി ജീവിച്ച ആ ജീവിതമൊക്കെ അതൊക്കെ എന്നും നമ്മൾ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഖുർആനിൽ. അപ്പോൾ എത്ര കൂടുതൽ കാലം ജീവിക്കുക എന്നുള്ളതിലല്ല, കുറഞ്ഞ കാലം ജീവിക്കുക, അത് അടയാളപ്പെടുത്തിക്കൊണ്ട് ഇവിടുന്ന്
മരണപ്പെട്ടു പോകുന്നത്. അപ്പോൾ അതൊക്കെ ഈ റമദാന് അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ ഓരോ ലോകത്ത് ഓരോ കാര്യങ്ങളും എല്ലായിടത്തും പിടിച്ചു നിൽക്കാനുള്ള ഓരോരോ സംഭവങ്ങൾ നമുക്ക് പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഏതായാലും വളരെ ഈ ഒരു സംവിധാനം തുടർന്നു പോകട്ടെ. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഇവിടുന്ന് ഗൾഫിലേക്ക് സൗദിയിലേക്ക് പോയി ഒരു ഹൗസ് ഡ്രൈവറായിട്ടാണ് പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി അവിടെയുള്ള അസുഖമില്ലാത്ത അമ്മൂമ്മനെ, അനസ് എന്നാണ് എൻ്റെ പേര് തോന്നുന്നത്, അമ്മൂമ്മന് ശ്വാസം മയക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു കോയൽ ഇട്ടേക്കാണ്. അപ്പോൾ ഈ അറബികൾക്കൊരു സ്വഭാവമുണ്ട്. ഞാൻ ഗൾഫിൽ കുറേ 15 വർഷം സൗദിയിൽ ജോലി ചെയ്തതാണ്. അവർ ദേഷ്യം പിടിച്ചാൽ അവർ തുപ്പും, നമ്മൾ മുഖത്തേക്ക് തുപ്പുക. അത്രയും നീചമായ സ്വഭാവമുള്ളതാണ് അറബി. അതുപോലെ അടിക്കും ചെയ്യും, എന്തും ചെയ്യും. കാരണം എനിക്ക് തന്നെ 2-3 പ്രാവശ്യം അനുഭവം ഉണ്ടായിട്ടുണ്ട് സൗദിയിൽ നിന്ന്. ഞാനൊരു ദിവസം പൈസ നമ്മൾ ശമ്പളം കിട്ടുമല്ലോ, ശമ്പളം കിട്ടിയിട്ട് പൈസ എൻ്റെ അനുജൻ്റെ അടുത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അനുജനാണ് കോയലായിട്ട് അയക്കൽ. ആ പോകുമ്പോൾ ഞാൻ ഈ സൗദി യുവാക്കന്മാരുള്ള ഒരു വണ്ടിക്ക് കൈകാട്ടി. അപ്പോൾ അവർ വേഗം വണ്ടി നിർത്തി. എനിക്ക് അറിയില്ലായിരുന്നു സൗദിയുടെ വണ്ടിയിൽ കയറാൻ പാടില്ല എന്നുള്ളത്. അങ്ങനെ എന്തായി, കുറേ ആളെത്തിയപ്പം അവർ മുന്നിലുള്ള ഒരാൾ, ഞാൻ ബാക്കിൽ കയറുന്നത്, മുന്നിലുള്ള ഒരു ഭാഗത്ത് ഒരാളും ഇങ്ങേ ഭാഗത്ത് വേറെ ആൾ, 2 ആളും കയറിയിട്ട് നമ്മളെ പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുത്താണ് അതിലുള്ള പൈസയും പിന്നെ അതിലുള്ള ഇക്കാമ വരെ എടുത്തിട്ട് എന്തായി ഇക്കാമ ഒരു തന്നു. പിന്നെ 3 തക്കര അടിയും വെച്ച് എന്തായി അല്ലെങ്കിൽ വാതിൽ പറഞ്ഞാൽ എന്തായി ഓടി. അങ്ങനെ രക്ഷപ്പെട്ട് അവരൊക്കെ അവരെന്തിനും മടിക്കൂല. പക്ഷെ ഞാൻ തിരിച്ചു വരുമ്പോഴാണ് അവർ ആ വണ്ടി കയറി കാരണം പൈസ പോയില്ല. ഇന്ത്യൻ പൈസ 600 റുപ്യ ഉണ്ടായി, അത് ഒരെടുത്തു. അപ്പോൾ വലിയ പൈസ ഒന്നുമല്ലല്ലോ. അല്ല റിയാൽ എന്തായില്ല. ഞാൻ തിരിച്ചു വരുമ്പോൾ ആയതുകൊണ്ട് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. അപ്പോൾ അത്രയും വളരെ ചീത്ത സ്വഭാവമുള്ള ആളുകളാണ് അറബികളാണ്. അങ്ങനെ ഈ കുട്ടി, ഈ ഡ്രൈവർ, കാരണം കുട്ടി ഭയങ്കര പെട്ടെന്ന് ചൂടാവും ഇവർക്ക്. അങ്ങനെ ഈ ഏതോ ഒരു ട്രാഫിക്കിൽ നിൽക്കുമ്പോൾ മഞ്ഞ ലൈറ്റ് കത്തി. അപ്പോൾ ഈ കുട്ടി നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്. കുട്ടി വണ്ടി വിടാൻ പറഞ്ഞു ഈ ഡ്രൈവറോട്. ഓൻ വണ്ടി വിട്ടില്ല. അപ്പോൾ അങ്ങനെ എന്തോ ഒരു കാരണത്താൽ ഭയങ്കര ദേഷ്യം പിടിച്ച് അങ്ങനെ എന്തോ പറഞ്ഞപ്പോൾ തുപ്പിയപ്പം ഇവനെന്തായി ഓന് ഒരു അടി വെച്ചിട്ടുന്നാണ്. അടിച്ചപ്പോൾ ഈ പൈപ്പ് എന്തായി നീങ്ങിപ്പോയി. അത് ഓൻ ശ്രദ്ധിച്ചില്ല. ഓൻ ബാക്കിലാണുള്ളത്. അങ്ങനെ അവിടുന്ന് ഞരങ്ങലും മൂളലൊക്കെ ഓൻ കേട്ടിട്ടുണ്ട്. അത് സാധാരണ ഉണ്ടാണെങ്കിൽ ചേച്ചിട്ട് അങ്ങനെ വണ്ടി വിട്ട് കുറച്ചെടുത്തുമ്പം ഈ കുട്ടി എന്തായി മരിച്ചുപോയി. മരിച്ചു പോയപ്പോൾ ഇവൻ ആകെ ബേജാറായി. അങ്ങനെ നേരെ വണ്ടിയായിട്ട് ചെല്ലണ ഇവൻ്റെ സ്നേഹിതൻ്റെ റൂമിലേക്കാണ് ഈ വണ്ടിയായിട്ട് പോകുന്നത്. അങ്ങനെ അവിടുന്ന് രക്ഷപ്പെടാനുള്ള പോലെ തീരുമാനിച്ച് സ്നേഹിതനൊക്കെ അവിടെ കൂടിയിട്ട് വേറൊരു ഒഴിഞ്ഞ സ്ഥലത്ത് പോയി ഒരു നാടകം കളിച്ചു എന്ന് പറഞ്ഞത്. അതായത് ഇവൻ കൊന്നതല്ല, ഇവൻ്റെ അടുത്ത് പറ്റിയതല്ല, വേറെ ആരോ വന്ന് ഇവരെ കെട്ടിയിട്ടു, അങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെ നാടകം കളിക്കാതെ യഥാർത്ഥത്തിലുള്ള സത്യാവസ്ഥ അവിടെ കോടതിയിലോ അവിടെയൊക്കെ